നമസ്കാരം, ഗ്രാമോച്ച വാർത്തകളിലേക്ക് സ്വാഗതം. വാടനപ്പള്ളി 15-ാം വാർഡ് ഫ്രണ്ട്സ് റോഡിലെ തെരുവുനായ ശല്യത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കഴിഞ്ഞ ദിവസം തെരുവുനായ്ക്കൾ ആക്രമിച്ചത് മൂലം സൈക്കിളിൽ നിന്ന് വീണ വാടനപ്പള്ളി അമ്പലത്ത് വീട്ടിൽ സഗീറിന്റെ മകൻ അദ്നാന് ഗുരുതര പരിക്കേറ്റിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് ഫ്രണ്ട്സ് റോഡ് കൂട്ടായ്മ പ്രതിഷേധ യോഗം നടത്തി. വാടനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി, വാർഡ് മെമ്പർ ഷൈജ ഉദയകുമാർ എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു യോഗം നടത്തിയത്. തെരുവുനായ്ക്കളുടെ ശല്യത്തിനെതിരെ വിപുലമായ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാനും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത അധികാരികൾക്ക് പരാതി നൽകുവാനും യോഗത്തിൽ തീരുമാനിച്ചു. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ 15-ാം വാർഡിൽ അദ്നാൻ എന്ന് പറയുന്ന കുട്ടി ഫ്രണ്ട്സ് റോട്ടിൽ പട്ടിയുടെ ഉപദ്രവം മൂലം കുട്ടിക്ക് അപകടം പറ്റുകയും ഇപ്പോൾ ജൂബിലി ആശുപത്രിയിൽ ICUയിൽ കിടക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നമ്മുടെ രാധാകൃഷ്ണൻ്റെ വീട്ടിലൊരു യോഗം ചേരുകയും ആ യോഗത്തിൽ നമ്മൾ ഒരു നിരവധി ചർച്ചകൾ, വളരെ ഭംഗിയായിട്ടുള്ള ചർച്ചകൾ വന്നു. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ തെരുവ് നായ്ക്കളെ എന്ത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഗവൺമെൻറ് തലത്തിൽ പ്രാദേശികമായിട്ടോ അല്ലെങ്കിൽ ജില്ലാ തലത്തിലോ സംസ്ഥാന തലത്തിലോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വലിയ വിധി കെടുക്കുകയാണ്. അപ്പോൾ അതിനെ മറികടന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം ഷെൽട്ടർ സ്ഥാപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് സ്ഥലം കണ്ടെത്തണം, അതിന് കൂട്ടായിട്ട് പ്രവർത്തിക്കാൻ നമ്മളൊരു തീരുമാനമെടുത്തു. ഒരു സ്ഥലം 10 സെൻറ്റ് സ്ഥലം കണ്ടെത്തി നായ്ക്കളെ സംരക്ഷിക്കുന്ന ഒരു ഷെൽട്ടർ പണിയാനായിട്ട് നമ്മൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനമെടുത്തു. എങ്ങണ്ടിയൂർ എലൈറ്റ് പടി പെട്രോൾ പമ്പിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് എങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ജീവനക്കാരിക്ക് പരിക്കേറ്റു. തളിക്കുളം പത്താങ്കല്ല് കിഴക്ക് ഭാഗം താമസിക്കുന്ന പേലി വീട്ടിൽ അനിൽകുമാർ ഭാര്യ രമ്യയ്ക്കാണ് പരിക്കേറ്റത്. സാരമായി പരിക്കേറ്റ ഇവരെ തൃത്തല്ലൂർ സഹചാരി സെന്റർ ആംബുലൻസ് പ്രവർത്തകർ ചേറ്റുവ ഫീനിക്സ് മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം ആരംഭിച്ചു. പരിപാടികളുടെ ഔദ്യോഗിക ഉദ്ഘാടനം നാട്ടിക SN ഹാളിൽ വെച്ച് തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് നിർവഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് അധ്യക്ഷനായി. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ മുഖ്യാതിഥിയായി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് ചെയർപേഴ്സൺ നിമിഷ അജീഷ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശാന്തി ബാസി, സജിത PI, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KB സുരേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ജൂബി പ്രദീപ്, സുധ KB, കല ടീച്ചർ, വസന്ത ദേവലാൽ, ലിൻഡ സുഭാഷ് ചന്ദ്രൻ, CR ഷൈൻ, ജോയിന്റ് BDO KK ലത, കേരളോത്സവം ചാർജ് ഓഫീസർ ലില്ലി KO, യൂത്ത് കോർഡിനേറ്റർ അമൽ T പ്രേമൻ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി റജികുമാർ VS എന്നിവർ സംസാരിച്ചു. അന്യായമായ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി 3 പീടികയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. യൂത്ത് ലീഗ് നേതാക്കളായ KK സക്കറിയ, TA ഫഹദ്, മൻസൂർ അന്താറത്തറ, സലീം പുറക്കുളം, നാസർ ചളിങ്ങാട്, UI ഷമീർ, PA ഇസ്ഹാഖ് പള്ളിത്താനം, VM സൈഫുദ്ദീൻ, KY അബ്ദുൽ നാസർ എന്നിവർ നേതൃത്വം നൽകി. ജനജീവിതം ദുരിതപൂർണമാക്കുന്ന അന്യായമായ വൈദ്യുതി നിരക്ക് വർധന പിൻവലിക്കണമെന്ന് കണ്ടശങ്കടവ് ഫൊറോന കത്തോലിക്ക കോൺഗ്രസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വൈദ്യുതി വകുപ്പ് ഇപ്പോൾ 16 പൈസയും 3 മാസം കഴിഞ്ഞാൽ 2 പൈസയുടെയും വർധന ഒന്നിച്ചാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വൈദ്യുതി വില വർധനവ് കുടുംബ ബജറ്റിന് ഇരട്ടടിയായി തീരുമെന്നതിനാൽ വൈദ്യുതി വർധനവ് പിൻവലിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കണ്ടശങ്കടവ് ഫൊറോന പ്രൊമോട്ടർ ഫാദർ ആൻഡോ ഒല്ലൂക്കാരൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. എങ്ങണ്ടിയൂർ സെന്റ് തോമസ് ദേവാലയത്തിൽ ചേർന്ന യോഗത്തിൽ ഫൊറോന സമിതി പ്രസിഡന്റ് അരുൺ ആന്റണി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ബിമിൻ പെരുമാട്ടിൽ, PI ബിജോയ്, പ്രിൻസ് പുലിക്കോട്ടിൽ, സീന ലോറൻസ്, സിൽജി ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. ഇടശ്ശേരി CSM സെൻട്രൽ സ്കൂൾ ആനുവൽ സ്പോർട്സ് മീറ്റ് വാടനപ്പള്ളി സർക്കിൾ ഇൻസ്പെക്ടർ VS ബിനു ഉദ്ഘാടനം ചെയ്തു. ചെയർപേഴ്സൺ സഫിയ റഹ്മാൻ അധ്യക്ഷയായി. പ്രിൻസിപ്പൽ ഡോക്ടർ M ദിനേശ് ബാബു, സെക്രട്ടറി CM നൌഷാദ്, വൈസ് ചെയർമാൻ CM മുഹമ്മദ് ബഷീർ, മാനേജർ PK ഹൈദരാലി, PTA പ്രസിഡന്റ് PA ഷൗക്കത്ത് അലി, വൈസ് പ്രിൻസിപ്പൽ നദീറ ജാബിർ, PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. 4 കാറ്റഗറികളായി 60 ഇനങ്ങളിലാണ് ട്രാക്ക് ആൻഡ് ഫീൽഡ് മത്സരങ്ങൾ നടക്കുന്നത്. Now Ruby House is marching majestically. Red symbolizes passion, sincerity, power and strength. Led by Captain Mohammad Abdul Latif and Vice Captain Anena. നടിക തട്ടുപറമ്പിൽ ക്ഷേത്രത്തിന് സമീപം തൃപ്പയാർ നന്ദനം സിൽക്സ് ഉടമ തട്ടുപറമ്പിൽ അഭിലാഷിന്റെ ഭാര്യ രാഖി അന്തരിച്ചു.
47 വയസ്സായിരുന്നു. കാറളം VHSS സ്കൂൾ അധ്യാപികയാണ്. മെഡിക്കൽ വിദ്യാർത്ഥികളായ അഭിനന്ദ്, അനശ്വര എന്നിവർ മക്കളാണ്. സംസ്കാരകർമ്മം വ്യാഴാഴ്ച വൈകിട്ട് 5-ന് വീട്ടുവളപ്പിൽ. ഇതോടെ ഉച്ചവാർത്തകൾ സമാപിച്ചു. നമസ്കാരം.